നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടവൻ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോഴും അതുപോലെ തന്നെ അവരോട് സമയം ചെലവഴിക്കുമ്പോഴുമാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു വർഷമായിട്ടുണ്ടാവും ഞങ്ങളെല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ ഒരു ഒത്തുകൂടല്, അതും ദുബായിയുടെ മണ്ണില്. എന്താ ദുബായിക്ക് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾക്ക് വന്നു? അങ്ങനെയൊന്നല്ല കേട്ടോ. പക്ഷെ എന്നാലും ഒരു വർഷത്തിനൊക്കെ ശേഷം ഇവിടെ വന്നിട്ട് എല്ലാവരും ഒന്നിച്ച് കാണുക എന്ന് പറയുന്ന ഒരു സന്തോഷം, അതിനൊരു കാരണമുണ്ട്. ഇതില് നിമി എന്ന് പറയണവള് ഒമാനിലാണ് കേട്ടോ. ഉണ്ണിമോള് വന്നിട്ട് റാസൽ ഗൈമയിലാണേ. വിഷ്ണു ദുബായിൽ തന്നെ ഉണ്ട്, പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും സന്തോഷം അല്ലെങ്കിൽ അത്രയും നല്ലൊരു അനുഭവം നമുക്ക് ഒരിക്കലും തരില്ല. പക്ഷെ അൺപ്ലാനഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് സന്തോഷത്തിൽ വെക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് എന്റെ ജീവിതം കൊണ്ട് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത്രയൊക്കെ സംസാരിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ഓൾറെഡി നമ്മൾ ദുബായ് മാളിൽ പോയിട്ടുള്ളതാണ്. പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ലോ. അവരെ കണ്ടൊരു സന്തോഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്, അത്രയേ ഉള്ളൂ കേട്ടോ. മുന്നേ ഇട്ടിട്ടുള്ള ഒരു എൻഗേജ്മെന്റിന്റെ വീഡിയോയിൽ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കാണാത്തവരാണ് കാണുന്നതെങ്കിൽ എന്റെ കസിൻസ് ആണ്, എന്റെ മാമിന്റെ മക്കളാണ്. പിന്നെ കസിൻസ് തമ്മിലുള്ള ആ ബന്ധം ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. അതൊരു വൈബ് തന്നെയാണ്, അതൊരു ലോകം തന്നെയാണ് അല്ലേ. ഇവര് നമ്മുടെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നിമിഷങ്ങളൊന്നും പകർത്താൻ പറ്റിയില്ല. അവരെ കണ്ട സന്തോഷത്തിലും അവർക്ക് ഫുഡ് ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല പ്രത്യേകിച്ച്. പക്ഷെ ആ ഒരു സന്തോഷത്തിൽ അതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെല്ലാവരും ദുബായ് മാളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ദുബായ് മാളിൽ കാണാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ ക്യാൻഡിയുടെ ഷോപ്പൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു 3 മാസത്തോളം പഴക്കമുണ്ട്. അപ്പോൾ ക്രിസ്മസിന്റെ ഒക്കെ ഒരു സമയത്താണ് നമ്മൾ പോയി. പിന്നെ അന്ന് പോയപ്പോൾ കാണാത്തൊരു ഭാഗമാണ് കേട്ടോ ഇത്, ഈ വെള്ളച്ചാട്ടം. ഇവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ ഒരുപാട് പേരുടെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. വെച്ച് പോയിട്ട് നമ്മൾ ഫോട്ടോസ് ഒക്കെ അവിടുന്ന് ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ കാണുന്നത് ഐസ് റിങ്ക് ആണ്. ഇവിടെ ഒരുപാട് കുട്ടികൾ സ്കേറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ഇതാ കയ്യിൽ മഞ്ഞൊക്കെ എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. പിന്നെ അതൊക്കെ കണ്ടിറങ്ങിയപ്പോൾ ബുർജ് ഖലീഫ കാണാൻ പോവാണ്. അപ്പൊ നിമി ആദ്യമായിട്ടാണ് ബുർജ് ഖലീഫ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദുബായ് മാളിക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. പിന്നെ എത്ര കണ്ടാലും നമുക്കൊരു മടുപ്പ് തോന്നുന്നൊന്നുമില്ല. പിന്നെ ഇവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒന്ന് കാണുമ്പോൾ അതും ഒരു നല്ല നിമിഷം തന്നെ. പിന്നെ ഇതാ അവിടെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസ് ഒക്കെ നമ്മൾ എടുത്തു. പിന്നെ കാണാത്ത ഒരു മുന്നേ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ ലൈറ്റിങ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ട് ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ ശരിയാവണില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതിന്റെ കണ്ടിന്യൂഷൻ ഒരു പാർട്ടും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ദുബായ് മാളിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോണത് ഗ്ലോബൽ വില്ലേജിലാണ്. ഗ്ലോബൽ വില്ലേജിലത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാവേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ.